നെല്ലിയാമ്പതിയുടെ സ്വന്തം ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിനോട് യാത്ര പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലാണ്. ഇവിടെ ഒരു തേയില ഫാക്ടറിയും അതുപോലെ തന്നെ എസ്റ്റേറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഭാഗത്ത് തേയിലത്തോട്ടവും മറുഭാഗത്ത് കാടും പങ്കിടുന്ന റോഡിലൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്നു പോകുന്നത് കേശവൻപാറയിലേക്കാണ്. കേശവൻപാറയെക്കുറിച്ച് പറയുമ്പോൾ മലയാളികൾ അധികം ഓർക്കുക മമ്മൂക്കയുടെ മൃഗയ ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന രീതിയിലായിരിക്കും. സെയിം ആണ് കേട്ടോ. ഞങ്ങളും ഇവിടെ നടക്കുമ്പോൾ അതിൽ ഓരോ സീനുകൾ ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് നടക്കുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇനി ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഒന്നും കാണിച്ചില്ലല്ലോ, ഇനി വെറുതെ പറയാണോ എന്നുള്ളൊരു സംശയമൊക്കെ തോന്നും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിയാമ്പതിയിൽ ഒരു ദിവസം ഞങ്ങൾ കണ്ട കാഴ്ചകൾ, ഞങ്ങളുടെ അനുഭവങ്ങൾ എന്നൊരു വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. കാരണം ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്കുണ്ടായ ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ ഇനി ഇപ്പം ഇത് ആദ്യമായിട്ട് പോകുന്നവർക്കായാലും അതൊക്കെ ഒരു എവിടെയെങ്കിലും ഒരു ഉപകാരമാവുമെന്ന് തോന്നിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇത്. ഒരുപാട് സംഭവമാക്കി നമ്മുടെ ബാഹുബലി പോലെ ഒന്നും പാർട്ട് 1 പാർട്ട് 2 എടുത്തതല്ല കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് കാണുന്നവർക്കും ഒരുപാട് വെറുപ്പ് പിടിക്കും. അതുകൊണ്ട് നമ്മൾ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു 2 വീഡിയോ ആക്കി ചെയ്തതാണ്. അപ്പോൾ ഇനി കേശവൻപാറയിലേക്ക് വരാം. ഇവിടെ രാവിലെ 8 മുതൽ വൈകുന്നേരം 4 വരെയാണ് എൻട്രി ടൈം. മുതിർന്നവർക്ക് 15 രൂപയും സ്റ്റുഡൻസിന് 10 രൂപയും അടച്ചിട്ട് പിന്നെ ഒരു 1/2 മീറ്റർ ഒരു ചെറിയ കാടിനുള്ളിലെ വഴിയിലൂടെയുള്ള നടത്തം. അത് അവസാനിക്കുന്നത് കേശവൻപാറയിലാണ്. കിളികളുടെ ശബ്ദവും കൂടെ തണുപ്പും കൂടെ ആവുമ്പോൾ നമ്മുടെ യാത്ര നല്ല സുഖമായിരിക്കും. പിന്നെ കൂടെ നമുക്ക് കാടല്ലേ, ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കാണാത്ത ജീവികളെ, വേഴാമ്പലിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവികളെ നമുക്ക് കാണാനും പറ്റും. ആ ഒരു പ്രതീക്ഷയിലൂടെ നമുക്ക് നടക്കാം. അപ്പോൾ ഈ കാടിനുള്ളിലൂടെയുള്ള ഈ പാതയിലൂടെ നമുക്ക് മെയിനായിട്ട് പെർമിഷൻ ഉള്ളൂ. അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനം ഇല്ല. കേശവൻപാറ എന്ന് പറയുമ്പോൾ നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ, അതിൻ്റെ ഇടയിലൂടെയുള്ള ഒരു യാത്ര, നല്ല തണുത്ത കാറ്റ്, പോരാത്തതിന് താഴേക്ക് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ പോയിന്റ്. ഇതായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ കേശവൻപാറ. പക്ഷെ ഞങ്ങളവിടെ എത്തിയ സമയം അത്ര നല്ലതായിരുന്നില്ല കേട്ടോ. കാരണം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് താഴേക്കുള്ള വ്യൂ പോയിന്റ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഏതൊരു ടൂറിസ്റ്റ് സ്ഥലത്ത് പോയാലും നമ്മൾ അവിടെയുള്ള കാഴ്ചകൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കും. ആ സ്ഥലത്തിനെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് എന്താണ്, ഇവിടേക്ക് നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഒരുപാട് ബിൽഡിങ്ങുകൾ, ഒരു പഴയ കാലത്തെ അവശിഷ്ടങ്ങൾ പോലെ കുറേ അവിടെ ചില പോസ്റ്റുകൾ വീണ് കിടക്കും. അതുപോലെ തന്നെ ഒരു ഭാഗം പൊളിഞ്ഞ് ഇനി ബാക്കി പൊളിയണോ വേണ്ടേന്ന് ആലോചിച്ചിരിക്കുന്ന കുറച്ച് ബിൽഡിങ്ങുകൾ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പഴയ കാലത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ അടക്കി പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു പ്രേത ഫിലിമിലൊക്കെ കാണൂലേ ആ ഒരു കാര്യങ്ങൾ പോലെ. അപ്പോൾ ഈ ഒരു പ്ലേസിലെത്തുമ്പോൾ ഏതോ ഒരു പഴയ കാലത്തെ ഓർമ്മകളോ അല്ലെങ്കിൽ എന്തൊക്കെയോ പറയാൻ ബാക്കി വെക്കുന്ന ഒരു സ്ഥലം പോലെയൊക്കെ എനിക്ക് തോന്നി.
പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് താഴെ ആയിട്ടാണ് പല മലകളും കുന്നുകളും നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലാണ്. ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ലിപ്പാവാൻ സാധ്യതയുള്ള പാറക്കൂട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് മാത്രം ഇറങ്ങാൻ പാടുള്ളൂ. നടക്കുമ്പോൾ തന്നെ നമ്മുടെ കാല് സ്ലിപ്പായി പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം സ്ലിപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല താഴ്ചയുള്ള കൊക്കയിലേക്കായിരിക്കും എത്തിപ്പെടുക. താഴേക്ക് നോക്കുമ്പോൾ അത്രയും നല്ല താഴ്ചയുള്ളൊരു കൊക്കയാണ്. കേശവൻപാറയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു കുളത്തിനെ പറ്റിയും കൂടി പറയാറുണ്ട്. ഇവിടെ നമുക്ക് പാറയ്ക്ക് ഉള്ളിലായിട്ടൊരു കുളം കാണാൻ പറ്റും. ഇതിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ലെന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ അടിയിലായിട്ട് എപ്പോഴും ഒരു നീരുറവ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളമുള്ള ഒരു ജലാശയമായിട്ട് തന്നെ ഇത് നിൽക്കാറുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു സൈഡിലൂടെ ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റും. അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ കുറച്ചൊന്ന് സ്ലിപ്പ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ഇറങ്ങിയിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴെയുള്ള മൊത്തം ഒരു വ്യൂ നമുക്ക് കിട്ടും. ഞങ്ങൾ കേശവൻപാറയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 2:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി വന്ന അത്ര ഒരു ഉഷാറോട് കൂടിയിട്ടല്ല ഞങ്ങൾ ഇറങ്ങിയിരുന്നത്. ഇറക്കം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇറങ്ങുമ്പോൾ കുഞ്ഞൊരു കയറ്റുള്ള പോലെയൊക്കെ തോന്നിയിരുന്നു. ഇനി ഞങ്ങൾക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയില്ല കേട്ടോ, കാരണം ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത യാത്ര തുടങ്ങാമെന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് ഇറങ്ങിയത്. അതിനായിട്ട് ഞങ്ങളൊരു നല്ലൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു ഇറങ്ങി. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ പേപ്പറൊക്കെ വിരിച്ച് നിരത്തി വെച്ചതായിരുന്നു. ആ സമയത്ത് എവിടെന്നാന്നറിയില്ല ഒരുപാട് കുരങ്ങന്മാർ അടുത്തേക്ക് വന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ വേഗം അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പോരുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ കേശവൻപാറയിലെത്തി. അപ്പോൾ എന്തായാലും ഇനി കേശവൻപാറയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. എത്തിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ഷീണം അതിൻ്റെ കൂടെ കെട്ട പിടിക്കണവണ്ണം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്തായാലും എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി 10 പേരാണ് ഈ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് ഷെയർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ പേപ്പർ വെച്ചിട്ട് തന്നെ വേസ്റ്റ് ഒന്നും പുറത്ത് പോവാത്ത രീതിയിൽ തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ അതെല്ലാം തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഞങ്ങൾ അവിടെ നിന്ന് പ്രത്യേകം കവറുകളൊക്കെ എടുത്തിരുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള വേസ്റ്റും നമ്മൾ ഈ ഒരു സുന്ദരമായ നെല്ലിയാമ്പതിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള വേസ്റ്റും ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടില്ല. കാരണം അടുത്ത തലമുറ ഈ കാഴ്ചകളൊക്കെ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാരാപ്പാറ തൂക്കുപാലമുണ്ട്, പിന്നെ ട്രക്കിംഗ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. ഇവിടെ ഇന്നും പോകാനുള്ള സമയം ഞങ്ങൾക്കില്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു 4 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം ഇവിടെ 5 മണിയുടെ ഉള്ളിൽ നമുക്ക് ആ ബോർഡർ ക്രോസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ടൈം നമുക്ക് ഒന്നും കാണാനായിട്ട് ഇവിടെ നിൽക്കാനില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാനുള്ള ആഗ്രഹങ്ങൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഇറങ്ങുകയാണ്. എന്തായാലും നെല്ലിയാമ്പതിയിൽ നമ്മൾ വരുമ്പോൾ ഈ ഒരു പ്ലാനിങ്ങോട് കൂടി ഇത്ര സമയം ഈ ഓരോ ഭാഗത്തു നിന്നുള്ള പ്ലാനിങ്ങോട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും എന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ്. പിന്നെ നമുക്ക് ഇവിടെ പാലക്കാട് എത്തിയിട്ട് അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമായിരുന്നു
ഒരുപാട് സിനിമകളിൽ ഒക്കെ ഒരു കഥാപാത്രമായിട്ടുള്ള ഈ നമ്മുടെ വരിക്കാശ്ശേരി മനയൊന്ന് കാണണമെന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് മനകളും ഒക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു അത് ഇപ്പോഴും പരിപാലിച്ച് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 2-3 മണിക്കൂറോളം നെല്ലിയാമ്പതിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും എത്ര സമയമാവും എന്നറിയില്ല. എന്തായാലും അവിടെയും കൂടി ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഞങ്ങൾ വരിക്കാശ്ശേരി മനയിലെത്തിയപ്പോൾ ഒരു 6 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ ടിക്കറ്റ് ഇനി കിട്ടുമെന്നുള്ളൊരു ടെൻഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം അവിടെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. അങ്ങനെ എനിക്ക് ടിക്കറ്റ് കിട്ടി. അവർ പെട്ടെന്ന് പോയി കാണാൻ പറഞ്ഞു, അവർ അടയ്ക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് അവിടുത്തെ കുറേ കാഴ്ചകളും ഒക്കെ കണ്ടു. ആ ഒരു കാഴ്ചകളും കൂടി ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും തിരക്ക് പിടിച്ചോടുന്ന ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിനായാലും മനസ്സിലായാലും ഒരു റെസ്റ്റ് വേണ്ടേ? അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയായിട്ടും നമ്മൾ അധികം വീട്ടിൽ നിൽക്കുന്ന സമയത്തായാലും കൂടുതൽ സമയം മുഴുവൻ സമയം നമുക്ക് അവരോട് കൂടെ സ്പെൻഡ് ചെയ്യാനോ സംസാരിക്കാനൊന്നും കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു യാത്രയാവുമ്പോൾ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഒത്തുകൂടി നല്ലൊരു അനുഭവമായിരിക്കും. നമ്മുടെ മനസ്സിനായാലും ശരീരത്തിനായാലും ഒന്ന് ഫ്രഷ് ആവാനുള്ള ഒരു അവസരമാണ് യാത്രകൾ. അപ്പോൾ എല്ലാവർക്കും നല്ല യാത്രകൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.